Yes. Next chapter is about a transgender woman, അമൃത ജോസഫ് മാത്യു. അവരുടെ ഒരു റെസീലിയൻസ്, അവരുടെ ഒരു കറേജ്, ഓക്കെ, എങ്ങനെയാണ് അവർ പ്രതിസന്ധികൾ നേരിട്ടത് എന്നുള്ള ഒരു കാര്യം, അവരെങ്ങനെയാണ് ഓണ്ടർപ്രണറായിട്ട് മാറിയത് എന്നുള്ള കാര്യം. സോ സൊസൈറ്റിയിലെ പെർസ്പെക്റ്റീവ്, സ്റ്റിഗ്മ ഒക്കെ മാറ്റിക്കൊണ്ട്, അവരുടെ പ്രജുഡൈസ് ഒക്കെ മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് അവർ ഓണ്ടർപ്രണർ, ഓക്കെ, ഒരു സംരംഭകയായിട്ട് മാറിയത്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. സോ അമൃത ജോസഫ് മാത്യു, എ ട്രാൻസ്ജെൻഡർ ഓണ്ടർപ്രണർ ഫ്രം കൊച്ചി. അപ്പോൾ ഇവിടെ ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ജനനത്തിൻ്റെ സമയത്തിൽ മെയിലും പിന്നീട് വളർന്നു വരുമ്പോൾ ഒരു സ്ത്രൈണ സ്വഭാവം കാണിക്കും, കൂടുതൽ സ്ത്രൈണ സ്വഭാവം ഉള്ള ആളാണ് ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ. ട്രാൻസ് മെൻ എന്ന് പറഞ്ഞാൽ വുമണായിട്ട് ജീവിക്കുകയും മെന്നിൻ്റെ ആ ഒരു സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നു. സോ ഷീസ് എ ട്രാൻസ് വുമൺ. ഷീ റൺസ് എ ഫ്രഷ് ജ്യൂസ് ഷോപ്പ് ആൻഡ് പിക്കിൾ ബിസിനസ്. ഒരു ജ്യൂസ് ഷോപ്പും അതുപോലെ തന്നെ പിക്കിൾ ബിസിനസ്, അച്ചാറിൻ്റെ ബിസിനസ്, ഓൺലൈൻ ഓഫ്ലൈൻ ആ രൂപത്തിലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്. ഷീ ഹാഡ് എൻകൗണ്ടർഡ് വിത്ത് ട്രാൻസ്ഫോംഡ് ഐഡൻറ്റിറ്റി. അപ്പം ലൈഫിലുടനീളം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ജെൻഡർ, ഓക്കെ, ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള വിളിപ്പ് എപ്പോഴും ആളുകൾ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഷി വാസ് എ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആഫ്റ്റർ ക്ലാസ് 8. 8ാം ക്ലാസ്സിൽ നിന്ന് അവർ സ്കൂൾ നിർത്തി എന്നുള്ളത് കാരണം തുടരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ തുടരെയുള്ള ഗെയ്സ്, തുറിച്ചു നോട്ടങ്ങൾ, ഇതൊക്കെ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കി. അവരുടെ മനോനിലക്ക് ഒരുപാട് കോട്ടങ്ങൾ സംഭവിക്കുകയാണ്. ബട്ട് റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ പേവ്ഡ് വേ ഫോർ സക്സസ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. പക്ഷെ അവർ ഏത് പ്രതിസന്ധികൾ വന്നാലും അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ടായി. ഷീ ഹൈഡ് ഹെർ ട്രൂ ഐഡൻറ്റിറ്റി ഡ്യൂ ടു സോഷ്യൽ സ്റ്റിഗ്മ ആൻഡ് ഫിയർ ഓഫ് ഫാമിലി റിജക്ഷൻസ്. സൊസൈറ്റി എന്ത് പറയും അതുപോലെ തന്നെ എന്ന് പേടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഫാമിലിയിലുള്ള റിജക്ഷൻസ്, ഫാമിലി നിരസിക്കുന്നത് പേടിച്ചുകൊണ്ട് അവർ ഒരുപാട് കാലം അവരുടെ ട്രൂ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ആ ഒരു സ്ത്രൈന സ്വഭാവം അവർ മറച്ചു വെച്ചു എന്നുള്ള. ഷീ മെറ്റ് എ ട്രാൻസ് ഡാൻസ് ട്രൂപ്പ് വിച്ച് ചേഞ്ച് ഹർ ലൈഫ്. അങ്ങനെ അവർക്ക് ഒരിക്കൽ ഒരു ട്രൂപ്പിനെ കണ്ടപ്പോൾ, ഡാൻസ് ട്രൂപ്പിനെ കണ്ടപ്പോൾ, അവർ ട്രാൻസ് പീപ്പിളായിരുന്നു, അവരെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടായി. അങ്ങനെ അവർ എന്ത് ചെയ്തു, ഇൻസ്റ്റൻ്റായിട്ട് ഒരു തീരുമാനം എടുക്കാൻ ഒരു ട്രൂപ്പ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഡാൻസ് ട്രൂപ്പ് അവർ തുടങ്ങി 2017 ശ്രീ നടരാജ കലാസമിതി എന്ന പേരിലുള്ള ഒരു ട്രൂപ്പ് അവർ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. Then it was inside a government office compound she started juice shop. ഒരു ഗവൺമെൻറ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്, ജ്യൂസ് ഷോപ്പ് ഉണ്ടാക്കിയിരുന്നത്. ഷീ സെൽസ് ഹെർ പിക്കിൾസ് ഓൺലൈൻ. ദ ബ്രാൻഡ് നെയിം അമൃത എന്നുള്ള ഒരു ബ്രാൻഡിലാണ് അവർ ഓൺലൈനിൽ അവരുടെ പിക്കിൾസൊക്കെ എന്ത് ചെയ്യുന്നത്, അച്ചാർ ബിസിനസ് നടത്തുന്നത്. ഷീ ഡ്രീംസ് ഓഫ് എക്സ്പാൻഡിങ് ഹർ ബിസിനസ് ടു എംപ്ലോയ് അതേഴ്സ് ഫ്രം ഹർ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ ജോലി കൊടുക്കുക, അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കുക, സമൂഹത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ദൂരീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരെന്ത് ചെയ്തു, മുന്നേറുന്നു. ആൻഡ് അഡ്വക്കേറ്റ് ഫോർ എ മോർ ഇൻക്ലൂസീവ് സൊസൈറ്റി. ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന, LGBTQA എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു സൊസൈറ്റിയാണ് അവർ ഉന്നമിക്കുന്നത്. ആഫ്റ്റർ അപ്പിയറിംഗ് ഇൻ TV ഷീ സ്റ്റിൽ ഫേസ്ഡ് റിഡിക്യൂൾ. അവർക്ക് ടെലിവിഷനിൽ അപ്പിയർ ചെയ്തതിന് ശേഷം ഒരുപാട് പരിഹാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. മദർ അറ്റ് ഫസ്റ്റ് ഡിനൈഡ് ഹെർ ഫെമിനൈൻ എക്സ്പ്രഷൻസ് ആസ് ജസ്റ്റ് ഫോർ പെർഫോമൻസസ്. അതായത് ഇവരിങ്ങനെ സ്ത്രൈന സ്വഭാവമുണ്ട് എന്ന് പറയുമ്പോൾ, ഓക്കെ, ഈ അമൃത ജോസഫ് മാത്യു ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് അമ്മ വിശ്വസിച്ചത് അത് വെറും ആക്ടിങ് ആണ്, ഓക്കെ, അവർക്ക് എന്തെങ്കിലും എക്സ്പ്രഷൻസ് ഇടാനുള്ള അല്ലെങ്കിൽ പെർഫോമൻസിന് വേണ്ടിയുള്ള റിഹേഴ്സലാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് അവർ മനസ്സിലാക്കുകയാണ് അവരുടെ ട്രൂ ഐഡൻറ്റിറ്റി. കുടുംബശ്രീ ഗിവ്സ് ഹർ സപ്പോർട്ട്. ഓക്കെ, കുടുംബശ്രീ എന്ന് പറയുന്നത് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, മീൻസ് അവരുടെ ഷോപ്പിന്, അതുപോലെ തന്നെ പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സിന്, ഇതിനൊക്കെ അവർക്ക് എന്ത് നൽകുന്നു, സപ്പോർട്ട് നൽകുന്നു എന്നുള്ള